എറണാകുളം പറവൂരിൽ തെരുവ് നായയുടെ കടിയേറ്റ 3.5 വയസ്സുകാരിക്ക് പഞ്ചായത്തിൽ നിന്ന് ചികിത്സാ സഹായം കിട്ടിയില്ലെന്ന് പരാതി. കുട്ടിയുടെ പിതാവ് മിറാഷാണ് ചിറ്റാറ്റുകര പഞ്ചായത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്നും പിതാവ് പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്നായിരുന്നു സർവകക്ഷി യോഗ തീരുമാനം. ഇല്ല, പഞ്ചായത്തിനാണെന്ന് വെച്ചാൽ ഒരു സഹായം നമുക്ക് ആയിട്ട് ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിനാണെന്ന് വെച്ചാൽ നല്ല ഒരു സർവകക്ഷിയോഗം കൂടിയിട്ട് പോലും അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരാണ്. ആഴ്ചയിൽ ഓൾറെഡി ഇപ്പോൾ തിങ്കളാഴ്ച പോയി ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെയാണ് പറയുന്നത്. ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു തുകയും എന്തെങ്കിലും ഒരു ചിലവിനാണ് പഞ്ചായത്തിനോട് ചോദിച്ചത്. എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിയുന്നവരും വേറെ പണിയും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാനും പറ്റുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ ഞാൻ എന്തായിരിക്കും, ഒരു പണിക്ക് അല്ലെങ്കിൽ വേറെ ഒന്നും പോകാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇതിനുപരിയായിരിക്കില്ല ഒരാളുടെ അവസ്ഥ. ഇപ്പം എനിക്കും നേരെ നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനുപരിയാണെങ്കിൽ എന്നേക്കാൾ ഉപരിയാണെങ്കിൽ പിന്നെ ഇത് തന്നെ ആയിരിക്കില്ല എല്ലാവരുടെ അവസ്ഥ. ഈ പഞ്ചായത്ത് കാണിക്കണം ചെയ്യാൻ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ. അവർ പറയുന്നത് ലീഗലായിട്ട് നമ്മൾ കേസിന് പോകണം. അപ്പോൾ കേസിനൊക്കെ ചിലപ്പോൾ എന്നെ കൂടെ താങ്ങാൻ പറ്റുന്ന നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇതായിരിക്കില്ല. കാരണം ഞാൻ സാധാരണ കൂലിപ്പണിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ എനിക്ക് കേസിന് പോകാനായിട്ട് അത് വേറെ വക്കീലും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല. ശരി, സിജോ വർഗീസ് വിവരങ്ങളുമായി. സിജോ, എന്താണ് പഞ്ചായത്ത് പൈസ കൊടുക്കാത്തത്? നിഷാദ്, വീടിനോട് ചേർന്നുള്ള ക്ഷേത്ര പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. നായയുടെ കടിയേറ്റ് കുട്ടിയുടെ ചെവിക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കുട്ടി. പിന്നീട് ഈ കുട്ടി ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിരീക്ഷണത്തിൽ തന്നെയാണ്. ആ ആശങ്ക ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരുവുനായുടെ ആക്രമണത്തിൽ കുട്ടിക്ക് പുറമെ മറ്റൊരാൾക്ക് കൂടി കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതും പഞ്ചായത്ത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ സർവകക്ഷി യോഗം ചേർന്നു. ഈ സർവകക്ഷി യോഗത്തിൽ കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കും എന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പിതാവ് ഇപ്പോൾ പറയുന്ന ഒരു ആരോപണം, അതായത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സഹായമോ ഒന്നും അല്ല ലഭ്യമാകുന്നത്. ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് നാട്ടിൽ പിരിവെടുക്കാനോ പിരിവെടുത്ത് സഹായിക്കാം എന്നുള്ളൊരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചത് എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത്. അത്തരത്തിൽ ഒരു പിരിവെടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ സ്വീകരിക്കാനാണെങ്കിൽ തങ്ങൾക്ക് തന്റെ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ബന്ധപ്പെട്ട മറ്റ് ചില സംഘടനകളുണ്ട്, അവരെല്ലാം സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ സഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് MLA ബന്ധപ്പെട്ടിരുന്നു. MLA എന്ന് പറയുന്നത് പറവൂർ MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായ നിധി ലഭ്യമാകാനായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് സഹായങ്ങളും MLA വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ ഒരു ചികിത്സാ സഹായം അല്ലെങ്കിൽ നഷ്ടപരിഹാരം അത് ലഭ്യമാക്കുക, അത് ഉറപ്പാക്കുക, അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുമായി വ്യക്തമായി ഒരു മറുപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഈ കുട്ടിയുടെ പിതാവ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തെരുവുനായ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും പഞ്ചായത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നൊക്കെ പഞ്ചായത്ത് പറയുകയും ചെയ്തിരുന്നു. മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് കുട്ടിയുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നു. പഞ്ചായത്ത് അനുകൂലമായ ചികിത്സാ സഹായം അത് കിട്ടിയില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. സിജോ വിവരങ്ങൾ നൽകിയത്.